നാടിനെ എത്തിച്ചത് ദുഃഖത്തിന് ആഴ്ത്തിയതുമായിട്ടുള്ള വളരെയേറെ ഗുരുതരമായ സ്ഫോടനമാണ് നടത്തിയത്. ഇവിടെ ബഹുമാനപ്പെട്ട ഈ രമേശ് ചെന്നിത്തലയോടുകൂടി തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഓരോ ദുരന്തം കഴിയുമ്പോൾ വളരെയേറെ ചർച്ചകൾ നടത്തുകയാണ് വ്യാപകമായി. ഓരോ ദിവസം കഴിയുമ്പോൾ ഇനി എങ്ങനെ ഇതെല്ലാം ഒഴിവാക്കാൻ സാധിക്കും എന്ന ആഴത്തിന്റെ ചർച്ച തന്നെയാണ് ഉണ്ടാകാറ്. നിർഭാഗ്യവശാൽ ആ ചർച്ചകളെ തുടർന്ന് അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടുകളെ തുടർന്ന് ഫലപ്രദമായ നടപടി ദീർഘവീക്ഷണത്തോടുകൂടി ഉണ്ടാകാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ, ഫലപ്രദമായ കരുതൽ നടപടികൾ, സുരക്ഷാ നടപടികൾ പാലിക്കാനും ശ്രമിക്കാറില്ല. അതുകൊണ്ട് നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ ഈ ദുരന്തത്തെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം, സമഗ്രമായ അന്വേഷണം ശാസ്ത്രീയമായ തലത്തിൽ തന്നെ നടത്തേണ്ടിയിരിക്കും. അതോടൊപ്പം തന്നെ ഒരു കാര്യം വലിയ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വെടിക്കെട്ടൊക്കെ പരമ്പരാഗതമായ ആചാരങ്ങളുടെ ഭാഗമാണ്, സംശയമില്ല. പക്ഷേ ഈ പലപ്പോഴും ഉണ്ടാകുന്ന ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെ ഇതെല്ലാം ഏത് പരിധി വരെ പോകണം, ഏതെല്ലാം തലത്തിൽ മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് ഭരണകൂടങ്ങളും ആരാധനാലയങ്ങളുടെ ഭരണസമിതിയും മറ്റ് സമൂഹത്തിലെ സർവ്വതലത്തിൽപ്പെട്ട ആളുകളുമായി വിശദമായി ചർച്ച നടത്തി ഈ കാര്യത്തിൽ കൃത്യമായൊരു കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ്. കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടായാൽ മാത്രം പോരാ. പലപ്പോഴും കോഡ് ഓഫ് കോണ്ടക്ട് ഒക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ മുൻകാലത്തെ പോലെ ആകരുത്. കൃത്യമായൊരു കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടാകുകയും അത് ഫലപ്രദമായി ഇംപ്ലിമെന്റ് ചെയ്യും, അതിനാവശ്യമായ നിയമങ്ങൾ രൂപീകരിക്കും. ആ നടപടികൾ ദീർഘവീക്ഷണത്തോടുകൂടി തന്നെ കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു. ആ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ച പാടില്ല. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനം, ജനസുരക്ഷയാണ് പരമപ്രധാനമായിട്ടുള്ളത്. ആ സുരക്ഷ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അതിന് സംവിധാനം ഒരുക്കിക്കൊണ്ടുവരാൻ മുന്നോട്ട് പോകാൻ ഈ ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതുവരെ പോകണം, എങ്ങനെ പോകണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ രൂപം കൊള്ളേണ്ടത് ആവശ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സമാനതകളില്ലാത്ത നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വിലപ്പെട്ട മനുഷ്യജീവൻ നഷ്ടപ്പെട്ടു. നിരവധി പേർ ഗുരുതരമായ പരിക്കുകളെ ആശുപത്രി ചികിത്സയിലാണ്. നിരവധി വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വീടുകൾക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ ശ്രീ സതീശനും ശ്രീ രമേശും ചൂണ്ടിക്കാണിച്ചതുപോലെ അർഹമായ മുന്തിയ പരിഗണന തന്നെ ഈ കാര്യം നൽകി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ദുരിതബാധിതർക്ക് ഉണ്ടാകണം. ദുരിതാശ്വാസ നടപടികളിൽ ഒരു തരത്തിലുള്ള വീഴ്ച ഉണ്ടാകരുത്. ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് മതിയാകുന്നതല്ല. അതുകൊണ്ട് ആവശ്യാനുസരണം എല്ലാം നഷ്ടപ്പെട്ട, തങ്ങളുടെ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവർ, സർവസ്വവും നഷ്ടപ്പെട്ട ആളുകൾ, അവർക്കതിന് കൃത്യമായ പരിഹാരം ഉണ്ടാകാനുള്ള ഒരു കടമൊരുക്കുക എന്നുള്ളത്, നടപടി സ്വീകരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഏതായാലും ഇനിയൊരു ദുരന്തം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന.